ഇബ്ലീസുൽ നമ്മെ മനുഷ്യരായ നമ്മെ പിഴപ്പിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചതാണല്ലോ. പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏത് രൂപത്തിലാണ് അവൻ്റെ ചതി നമ്മളിലേക്ക് വരിക എന്നറിയില്ല. അതുകൊണ്ടാണ് നാം ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാറുണ്ടല്ലോ. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. അപ്പോൾ അതൊരു പേടിക്കേണ്ട ഒരു വിഷയമാണ് ഇബ്ലീസ്. അപ്പോൾ അവസാനം നമ്മൾ മരിക്കണ സമയത്ത് ഇബ്ലീസ് നമ്മളെ ചതിക്കും. മുമ്പ് ബനൂ ഇസ്രായേൽ വിഭാഗത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ബനൂ ഇസ്രായേൽക്കാരിൽ ഒരു ആബിദായ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ ചതിച്ച കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇബ്ലീസിൻ്റെ ചതി നമ്മളറിയാത്ത രൂപത്തിലൂടെ ആയിരിക്കും വരിക. ആബിദായ ഒരു മനുഷ്യൻ, വയസ്സായ ആളാണ് അദ്ദേഹം. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ നല്ല വഴികളും റോഡുകളൊന്നും ഇല്ലാത്ത അക്കാലമാണല്ലോ. ബനൂ ഇസ്രായേലിലാണ്, മൂസാ നബിയുടെ കാലത്താണല്ലോ. അപ്പോൾ ബനൂ ഇസ്രായേലിൽ അങ്ങനെ ആബിദായ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ കാലത്ത് ചാണിലും മുളത്തിലൊന്നും പള്ളിയിലെത്ത കാലത്ത് ഒരുപാട് നടന്നു വേണം പോകാൻ. അപ്പോൾ രാത്രി സമയമാണല്ലോ. സുബഹി നിസ്കരിക്കാൻ വേണ്ടി സുബഹിയുടെ മഹത്വം അറിയുന്ന അദ്ദേഹം ഒരു റാന്തൽ വിളക്കും കത്തിച്ചുകൊണ്ട് ഒരു വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് ഊടുവഴികളിലൂടെ. നടന്നു പോകുന്ന സമയം അദ്ദേഹം കണ്ണും മടിയും കാണാതെ വീണപ്പോൾ പെട്ടെന്നതോ അവിടെ നല്ല കയ്യിൽ തസ്ബീഹ് മാലയൊക്കെ പിടിച്ച് നല്ല നീളം കുപ്പായും കമ്മീസൊക്കെ ഇട്ടിട്ട് തലപ്പാക്കെ ധരിച്ചൊരു മനുഷ്യൻ അവിടെ ഓടി പറന്നെത്തി അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ചു. ഒന്നും സാരല്ല, അങ്ങോട്ട് പൊയ്ക്കോളിന്നാറ് നടത്തി. അങ്ങനെ അവിടുന്ന് പറഞ്ഞയച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ വീഴാൻ പോയി. അപ്പോഴും ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമതും വീഴാൻ പോവുകയാണ് ഈ വയസ്സായ മനുഷ്യൻ. ആ സമയത്ത് പെട്ടെന്ന് ഈ വയസ്സായ മനുഷ്യനെ കോരിയെടുത്തുകൊണ്ട് അങ്ങ് പള്ളിയിലേക്ക് എത്തിച്ചു. അങ്ങനെ പള്ളിയിലെത്തിച്ച് സുബഹി നമസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സഹായിച്ച മനുഷ്യനെ ഒന്ന് പരിചയപ്പെടാതിരിക്കുന്നത് മോശമാണെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം സുബഹി നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പള്ളിയുടെ ഒരു മൂലയിൽ തന്നെ സഹായിച്ച തസ്ബീഹ് മാലയും കയ്യിൽ പിടിച്ചുകൊണ്ട് നീളം കുപ്പായവും തലപ്പാവും ധരിച്ച മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ഏതായാലും ഒന്ന് പരിചയപ്പെടുക തന്നെ. അവിടുന്ന് ചോദിച്ചു, നിങ്ങളാരാണ്? എന്നെ സഹായിച്ച വ്യക്തി ആരാണ്? കണ്ണും മടിയും കാണാതെ ഈ നട്ടപ്പാതിരാ സമയം സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരുമ്പോൾ ഒന്നാമത് എന്നെ സഹായിച്ചു, എന്നെ വീഴുന്നതിനെ തൊട്ട്. രണ്ടാമതും നിങ്ങൾ സഹായിച്ചു, വീണപ്പോൾ എന്നെ പിടിച്ചു സഹായിച്ചു. മൂന്നാമതെന്നെ ഏറ്റിക്കൊണ്ട് പള്ളിയിലേക്ക് വന്ന നിങ്ങളാരാണ്? ഇത്രക്കും നല്ല മനുഷ്യൻ നിങ്ങളാരാണ് എന്ന് ആ ആബിദായ മനുഷ്യൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആ വയസ്സായ മനുഷ്യൻ ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാനാണ് സാക്ഷാൽ ഇബ്ലീസ്. അപ്പോൾ വയസ്സായ ആൾ പറയാം, അല്ല, ഇബ്ലീസ് അതിന് നല്ല കാര്യമൊന്നും ചെയ്യൂലല്ലോ. നല്ല കാര്യം ഇബ്ലീസ് ചെയ്യാറില്ലല്ലോ. നിങ്ങൾ നല്ല പണിയാണല്ലോ ചെയ്തത്. എന്നെ വീഴാൻ പോകുന്നതിന് തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവിടുന്ന് ഏറ്റിയിട്ട് എന്നെ പള്ളിയിലെത്തിച്ചത് നല്ല കാര്യമാണല്ലോ. ആ സമയം ഇബ്ലീസുൽ ലഈൻ പറയുകയാണ്, അല്ല, ഞാൻ നല്ല കാര്യം ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾ ഒന്നാമതായി വീണ സമയത്ത് ഞാൻ നിങ്ങളെ അടുക്കൽ ഓടിയെത്തിക്കൊണ്ട് നിങ്ങളെ രക്ഷിച്ചവിടുന്ന് എഴുന്നേൽപ്പിച്ച് രണ്ടാമതും നടത്തി. ഞാൻ ഒന്നാമത് നിങ്ങൾ വീണ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സ നിങ്ങളുടെ സകലമായ പാപങ്ങളും പുറത്തുപോയി. രണ്ടാമതും വീണപ്പോൾ നിങ്ങളുടെ നാട്ടുകാരെ ദോഷം അല്ലാഹു പുറത്തുപോയി. ഇനി മൂന്നാമതും നിങ്ങൾ വീഴുകയാണെങ്കിൽ ലോക മുസ്ലിങ്ങളുടെ പാപം അല്ലാഹു പൊറുക്കും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കോരിയെടുത്ത് പള്ളിയിലേക്ക് എത്തിച്ചത്. കേട്ടോ, ഇബ്ലീസ് ചതിക്കുന്ന വഴി നമുക്ക് തിരിഞ്ഞോ? നമ്മൾ നല്ല കാര്യമാണെന്ന് വിചാരിച്ചു. അപ്പം മൂന്നാമതും അദ്ദേഹം വീണാൽ ലോക മുസ്ലിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് നേരെ കോരിയെടുത്ത് പള്ളിയിലേക്ക് എത്തിച്ചത്. ഇപ്പം എങ്ങനെയുണ്ട് ഇബ്ലീസിൻ്റെ ചതി?
അപ്പോൾ ഇബ്ലീസിൻ്റെ ചതി ഭയങ്കരമാണ്. നമ്മൾ ആക്കിബത്ത് അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്തും അവൻ നമ്മെ ചതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്തല്ലേ ബദറിൻ്റെ രണാങ്കളത്തിൽ ഷഹീദായ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളല്ലേ ബദരീങ്ങൾ. ആ ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഇബ്ലീസിൻ്റെ ചതി വളരെ ഗൗരവമേറിയൊരു കാര്യമാണ്. അള്ളാഹു നമ്മളുടെ ആക്കിബത്തൊക്കെ നന്നായി ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.